ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടതിന് ശേഷം അടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി നടൻ ലാൽ പോയിട്ടുണ്ടായിരുന്നു. പോയതിന് ശേഷം തിരിച്ച് അദ്ദേഹം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചർച്ചാ വിഷയങ്ങളൊക്കെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നടൻ ലാലുണ്ടെങ്കിൽ നടിയെ ചതിച്ചു, കൂടെ നിന്ന് എന്നെ ചതിക്കാൻ എന്താണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ലാലിനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സൈബർ ബുള്ളിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ലാൽ ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഈ ഒരു വീഡിയോ കുറേയധികം പേരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ എന്താണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നടൻ ലാൽ ആ ഒരു കൺവെൻഷൻ സെൻ്ററാണ്. അവിടെ ചെന്നതിന് ശേഷം കുറേയധികം നടന്മാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നടന്മാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കാണുന്നു, കൈ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നടൻ ദിലീപും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നടൻ ദിലീപിനെ കണ്ടതും അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായി. ഇത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ഇത് കണ്ടതോടെ ആൾക്കാർ നടൻ ലാലുണ്ടെങ്കിൽ നടിയെ ചതിച്ചു, ദിലീപിൻ്റെ കൂടെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നടൻ ലാലിനെതിരെ ഭയങ്കര സൈബർ ബുള്ളിങ് ആണ്. ഇനി നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്തൊന്ന് കണ്ടു നോക്കൂ. ഈ ഒരു വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമായി. ഇതിന് കാണാൻ പറ്റുന്നുണ്ട്, ദിലീപ് ഉണ്ടെങ്കിൽ ലാലിനെ കാണുമ്പോഴത്തേന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുവാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇത് ലാൽ കണ്ടത്, ലാലുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നതിന് ശേഷം ആദ്യമേ സത്യനന്ദിക്കാടിന് കൈ കൊടുക്കുന്നു. കൈ കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ ദിലീപിന് കൈ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നടൻ ലാൽ നടിയെ ചതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിലീപിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് നടൻ ലാലിനെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മറ്റ് ചിലരാണെങ്കിൽ ഇത് അവിടെ ചെന്ന സമയത്ത് വിളിച്ചു, അങ്ങോട്ട് ചെന്ന് ഒന്ന് കൈ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കുറച്ചധികം പേര് അതിനെ ന്യായീകരിക്കാനും അങ്ങനെയൊക്കെ കുറേയധികം ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ ചെയ്തു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരാണെങ്കിൽ അതിനിപ്പോൾ എന്താ, കൈ കൊടുത്താൽ എന്താ, ഒരുമിച്ച് അവർ വർക്ക് ചെയ്തിട്ടുള്ളതില്ലേ. അതുപോലെ തന്നെ ദിലീപ് എന്താണ് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നടിയെ എങ്ങനെ ചതിച്ചെന്ന് പറയുന്നു. ഈ ഒരു നടൻ ദിലീപ് കുറ്റവിമുക്തനായിട്ടാണല്ലോ കോടതിയിൽ നിന്ന് വിട്ടയച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിലൊന്നും പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ ഇതേ കണക്ക് അത് ജസ്റ്റ് ഒരു കൈ കൊടുത്തു, അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ കുറച്ച് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കിയുള്ള ആ ഒരു ദിലീപ് അതുപോലെ തന്നെ ലാലും സംസാരിക്കുന്ന കുറേയധികം വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് അവിടെ പോയിട്ടുള്ള മീഡിയാസൊക്കെ അത് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ ഇറങ്ങിയ സമയത്ത് ഇത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു വീഡിയോയിൽ ഫുൾ അവർ ലാലും അതുപോലെ തന്നെ സത്യനന്ദിക്കാടും ദിലീപും ഒരുമിച്ച് ഒരടുത്തടുത്ത് ഇരുന്നിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടതും ആൾക്കാരൊപ്പം ഈ ഒരു കൈ കൊടുത്തത് മാത്രമല്ല, ഇവരുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ട്, ഇവർ ഈ ഒരു കേസിനിടയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ലാലിനെതിരെ ഇതുപോലെയൊക്കെ ആ ഒരു നടിയെ പറ്റിക്കാൻ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ഒരു വീഡിയോയും കൂടെ വന്നതിന് ശേഷം ആദ്യമേയൊക്കെ ലാൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നവർ പോലും ലാലിനെതിരെ ഭയങ്കരമായിട്ട് തിരിയുമായിരുന്നു. എങ്ങനെയാണ് ഇതുപോലെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ ലാലിനെ പറ്റുന്നുള്ളത്? കാരണം ആ ഒരു നടിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാൽ. എന്നിട്ട് ഈ ഒരു ലാൽ തന്നെ ഇതേ കണക്ക് ഈ ഒരു വ്യക്തിയെ കൈ കൊടുക്കുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോഴത്തേന് ലാൽ ഈ ഒരു ദിലീപുമായിട്ട് നേരത്തെ തന്നെ കൂട്ടുകെട്ടിലായിരുന്നു എന്നുള്ള രീതിയിലും അവർ നടിയെ വഞ്ചിക്കുകയായിരുന്നു. എന്നിട്ട് എന്തിനാണ് ആ ഒരു നടിക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞ് നിന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നടൻ ലാലിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് തന്നെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കുറേയധികം പേര് ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ
ദിലീപിനെ സപ്പോർട്ട് ചെയ്ത്, അതായത് ലാലിനെ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ പറയുന്നത്? കോടതി തന്നെ വിധിച്ചിട്ടുണ്ട് ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ളൊരു കാര്യം. പിന്നെ എന്തിനാണ് ലാൽ മിണ്ടാതിരിക്കുന്നത്? ലാലുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് എത്രയോ പടങ്ങളിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോഴത്തേനും അവർക്ക് ആ ഒരു സൗഹൃദമുണ്ട്, അത് മാറിയിട്ടോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കാരണം അവർ ഇതുവരെ അങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ലാൽ ഒരിക്കലും ദിലീപാണ് തെറ്റ് ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദിലീപ് ഒരിക്കലും ലാലിനെ എതിർത്തോ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലായിരുന്നു. ലാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് ശിക്ഷ കിട്ടണം എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. എന്തായാലും ഇത് കുറേയധികം ചർച്ചാ വിഷയത്തിലേക്കാണ് പോയിട്ടുള്ളത്. രണ്ടുപേരും ഒത്തുചേർന്നിട്ടാണ് നടിയെ പറ്റിച്ചതെന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരിക്കലും ശരിയല്ല. ലാലിനെ വിശ്വസിച്ച കുറേയധികം പേരുണ്ട്. കാരണം നടിക്ക് സപ്പോർട്ടായിട്ട് നിന്ന സമയത്ത് കുറേയധികം പേര് ലാലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നാൾ നടിയെ സപ്പോർട്ട് ചെയ്ത്, എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇത് വിധി വന്നതിന് ശേഷമുള്ള ഒരു കൂറുമാറ്റമൊക്കെ ആണോ, ഇനി സിനിമയിലൊക്കെ ചാൻസ് കിട്ടാൻ വേണ്ടിയാണോ ഇതേ കണക്ക് ലാല് ചെയ്തത്, സംസാരിച്ചതും കൈ കൊടുത്തതും എന്നുള്ള രീതിയിൽ കൈ കൊടുത്തത് പോലും അപ്പോഴത്തെ ഒരു മര്യാദയ്ക്ക് കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിന് ഒട്ടും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇങ്ങനത്തെ ഒരു കാര്യം. നടൻ ലാൽ ചെയ്ത് ഭയങ്കര തെറ്റാണ്, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നടിയെ കണ്ട് സോറി ചോദിക്കണമെന്നും, അതുപോലെ തന്നെ നടി ഇതേ കണക്ക് ഇതെങ്ങനെ ക്ഷമിക്കും? കാരണം അവർ ഭയങ്കരമായിട്ട് വേദനിച്ചിരിക്കുകയാണ്. അവർ തന്നെ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ടുള്ള നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. യഥാർത്ഥ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടാനുണ്ട് എന്ന് പറഞ്ഞ് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഉദ്ദേശിച്ചത് ദിലീപിനെ തന്നെയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ നടി തന്നെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ശിക്ഷ കിട്ടിയെന്ന് പറയുമ്പോൾ ദിലീപിനെയാണ് ഉദ്ദേശിച്ചിട്ട്, എന്നിട്ട് ആ ഒരു നടിയെ സപ്പോർട്ട് ചെയ്യുന്ന ലാൽ തന്നെ എന്തിനാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പിന്നെയും ലാലിനെതിരെ എന്തായാലും ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ലാൽ അതിനെ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ലാൽ പ്രതികരിക്കുമെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും നടിക്കുള്ള ഫുൾ സപ്പോർട്ടാണ് എന്ന് അത് പല പ്രാവശ്യം ലാൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാൽ ഒരിക്കൽ പോലും ദിലീപിനെ അങ്ങനെ കുറ്റം പറഞ്ഞൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുറേയധികം പേര് പറയുന്ന കണക്ക് ഇനിയിപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയാണോ, സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയാണോ, ഇപ്പോൾ ദിലീപ് ബാക്ക് ആയല്ലോ, അപ്പോഴത്തേന് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ലാൽ ഇതേ കണക്കുള്ള ഒരു അഭിനയം നടത്തുവാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കിത് കേട്ട സമയത്ത് എന്താണ് തോന്നിയത്? യഥാർത്ഥത്തിൽ ലാൽ ഇതേ കണക്ക് ഇത് അഭിനയിക്കുവാണോ, അതോ അല്ലെങ്കിൽ ലാൽ ബാക്കിയുള്ളവർ പറയുന്ന കണക്ക് ഇവർ കൂട്ടുകെട്ടാണോ, നടിയെ ഈ ഒരു ലാൽ ചതിച്ചോ എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം കമൻസൊക്കെ ആൾക്കാർ ഇടുന്നുണ്ടല്ലോ. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് അതേ കണക്കാണോ ഫീൽ ചെയ്തത്, അതോ ഇവർ നേരത്തെ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ആ ഒരു നടിക്ക് സപ്പോർട്ടായിട്ടുണ്ടിരുന്ന ആരാണോ തെറ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ കിട്ടണമെന്ന് ലാൽ വിചാരിച്ചിരുന്നു, അത് കിട്ടി എന്നുള്ള കാര്യത്തിലാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. ഓക്കെ, ബൈ.